Welcome back, dear students. Center of curvature ബന്ധപ്പെട്ട ഒരു പുതിയ പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Okay, so the question is find the center of curvature of four-cusped hypercycloid whose equation is a into cos cube theta y is equal to a into sin cube theta or x raised to 2 by 3 plus y raised to 2 by 3 is equal to a raised to 2 by 3 എന്നുള്ളതൊരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോർ കസ്പ്ഡ് ഹൈപ്പർ സൈക്ലോയിഡ് എന്ന കർവിന്റെ സെന്റർ ഓഫ് കർവേച്ചർ ആണ്. ഇതാണ് ആക്ച്വലി ആ കർവ്. ഈ വരച്ചിരിക്കുന്ന പച്ച രൂപത്തിൽ രീതി വരച്ചിരിക്കുന്നതാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കർവ്. ഓക്കെ, സോ നമുക്ക് സെന്റർ ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് y1 y2 ഇവ രണ്ടും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഒരു കുറച്ചുകൂടെ എളുപ്പം ഡെറിവേറ്റീവ് എടുക്കാൻ ഈ പാരാമെട്രിക് എക്സ്പ്രഷന്റെ ഡെറിവേറ്റീവ് എടുക്കാനാണ് കുറച്ചുകൂടെ എളുപ്പം. സോ അത് വെച്ചായിരിക്കും നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ടായിരിക്കില്ല നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ക്യൂബ് തീറ്റ. ഇതിൽ നിന്ന് നമുക്ക് ഡി എക്സ് ബൈ ഡി തീറ്റ ഷുഡ് ബി ഈക്വൽ ടു ഇതിനെ with respect to തീറ്റയിൽ ഡെറിവേറ്റീവ് എടുക്കും. എ എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്. എ ഇൻറ്റു 3 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് ഈസ് മൈനസ് സൈൻ തീറ്റ. സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 3a കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ. ഓക്കെ, സിമിലർലി y ഈസ് ഈക്വൽ ടു എ സൈൻ ക്യൂബ് തീറ്റ. അപ്പോൾ നമ്മൾ dy by d theta കണ്ടെത്തുന്നു. dy by d theta is a constant ആണ്. സോ അടുത്തത് x ക്യൂബിന്റെ ഡെറിവേറ്റീവ് അത് 3x സ്ക്വയർ ആണ്. 3 into x ന് പകരം ഇവിടെ sin സ്ക്വയർ തീറ്റ. നെക്സ്റ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് sin തീറ്റ. sin തീറ്റയുടെ ഡെറിവേറ്റീവ് ഈസ് cos തീറ്റ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 3a sin സ്ക്വയർ തീറ്റ into cos തീറ്റ. ഓക്കെ, സോ നമ്മൾ ഡി എക്സ് ബൈ ഡി തീറ്റയും ഡി വൈ ബൈ ഡി തീറ്റയും കണ്ടുപിടിച്ചു. നമുക്ക് വേണ്ടത് എക്സും വൈയും സെന്റർ ഓഫ് കർവേച്ചറിന്റെ അകത്ത് ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയും വേണമെങ്കിൽ y1 ഉം y2 ഉം കണ്ടുപിടിക്കണം. സോ y1 എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഓക്കെ, സോ ഡി വൈ ബൈ ഡി എക്സിനെ പാരാമെട്രിക് എക്സ്പ്രഷൻ വെച്ചിട്ട് ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് എഴുതാം. നിങ്ങൾ ടിയുടെ ടേംസിലായിരിക്കും ഇത് ചിലപ്പോൾ പഠിച്ചിരിക്കും. ഡി വൈ ബൈ ഡി തീറ്റ എന്താണെന്ന് അറിയാം. 3a ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. അതുപോലെ തന്നെ ഡി എക്സ് ബൈ ഡി തീറ്റ എന്നുള്ളത് മൈനസ് 3a ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ക്ലിയർലി നമുക്ക് ഇതിന്റെ അകത്തു നിന്ന് സൈൻ തീറ്റ ഒരു സൈൻ തീറ്റ ക്യാൻസൽ ആയിപ്പോവും, ഒരു കോസ് തീറ്റ ക്യാൻസൽ ആയിപ്പോവും, 3a ക്യാൻസൽ ആയിപ്പോവും. സോ ദ ആൻസർ ബിക്കംസ് minus of sin theta divided by cos theta. So which is equal to minus tan theta. Okay. So y1 കണ്ടുപിടിച്ചു which is actually minus tan theta. അടുത്തത് നമുക്ക് y2 കണ്ടുപിടിക്കാം. y2 എന്നുള്ളത് d square y by dx square ആണ്. Okay, which is actually d by dx of dy by dx. ഓക്കെ, ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ളത് അറിയാം മൈനസ് ടാൻ തീറ്റ ആണ്. മൈനസ് ടാൻ തീറ്റ. ഓക്കെ, സോ ഈ തന്നിരിക്കുന്നത് എക്സിന്റെ ഫംഗ്ഷൻ അല്ല, ഈ തന്നിരിക്കുന്നത് ടിയുടെ ഫംഗ്ഷൻ ആണ്. പക്ഷെ എക്സ് ടിയെ ഡിപ്പെൻഡ് ചെയ്യും. സോ നമുക്ക് പാരാമെട്രിക് എക്സ്പ്രഷൻ വെച്ചിട്ട് ഡി ബൈ ഡി തീറ്റ ഓഫ് മൈനസ് ടാൻ തീറ്റ ടൈംസ് ഡി തീറ്റ ബൈ ഡി എക്സ് എന്ന് എഴുതാൻ സാധിക്കും. അടുത്തത് ടാൻ തീറ്റയുടെ ഡെറിവേറ്റീവ് സീക് സ്ക്വയർ തീറ്റ. സോ മൈനസ് ടാൻ തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സീക് സ്ക്വയർ തീറ്റയാണ്. ഓക്കെ, ഡി എക്സ് ബൈ ഡി തീറ്റയുടെ വാല്യൂ അറിയാം നമുക്ക്. ഡി എക്സ് ബൈ ഡി തീറ്റയുടെ വാല്യൂ അറിയാം. അതിന്റെ റെസിപ്രോക്കൽ ആണ് ആക്ച്വലി ഡി തീറ്റ ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഈ വാല്യൂ. ഓക്കെ, സോ അതിന്റെ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ 1 ബൈ ദിസ് ക്വാണ്ടിറ്റി. ഓക്കെ, സോ ദ ആൻസർ ബിക്കംസ് ഇൻറ്റു 1 ബൈ minus 3a cos square theta into sin theta.
ഈ മൈനസ് മൈനസ് നമുക്ക് പ്ലസ് ആക്കി എഴുതാം. ഓക്കെ, സീക് സ്ക്വയർ തീറ്റ 1 ബൈ കോസ് സ്ക്വയർ തീറ്റയെ സീക് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. സോ ഇവിടെ ഒരു സീക് സ്ക്വയർ തീറ്റ ഉണ്ട്, ഇവിടെ 1 ബൈ കോസ് സ്ക്വയർ തീറ്റ എഴുതുമ്പോൾ വീണ്ടും ഒരു സീക് സ്ക്വയർ തീറ്റ വരും. സോ ടോട്ടൽ ആൻസർ ബിക്കംസ് സീക് റേസ് ടു 4 തീറ്റ. ഓക്കെ, സോ 1 ബൈ സൈൻ തീറ്റയെ നമുക്ക് കൊസീക് തീറ്റ എന്ന് എഴുതാം. സോ കൊസീക് തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ 3a. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയത്. മൈനസ് മൈനസ് പ്ലസ് ആയി 1/3 അവിടെ ഉണ്ട്. 1 ബൈ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പകരം സീക് സ്ക്വയർ തീറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു. 1 ബൈ സൈൻ തീറ്റയ്ക്ക് പകരം കൊസീക് തീറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. സോ y1 ഉം y2 ഉം നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഈസ് നമുക്ക് സെന്റർ ഓഫ് കർവേച്ചറിന്റെ എക്സ്പ്രഷന്റെ അകത്ത് ഈ വാല്യൂസ് എല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. സോ സെന്റർ ഓഫ് കർവേച്ചറിന്റെ ക്യാപിറ്റൽ X ഈസ് ഈക്വൽ ടു x മൈനസ് y1 into 1 plus y1 square divided by y2. So x minus, this is minus y1 is minus tan theta into 1 plus minus tan theta. Y1 square is minus tan theta the whole square, which is actually tan square theta, divided by y2 is sec raised to 4 theta cosec theta divided by 3a. ഇതാണ് നമുക്ക് കിട്ടുന്നത്. സോ എക്സിന് പകരം നമുക്ക് a cos cube theta എന്നും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. സോ the answer becomes a cos cube theta മൈനസും മൈനസും പ്ലസ് എന്ന് എഴുതാം, പ്ലസ് tan theta into 1 plus tan square theta നമുക്ക് ഐ തിങ്ക് sec square theta എന്ന് എഴുതാം. sec square theta മൈനസ് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഐ തിങ്ക് യു നോ ഈസ് sec square theta minus tan square theta is equal to 1. So sec square theta is actually 1 plus tan square theta. So ഇതിന് പകരം 1 plus tan square theta ക്ക് പകരം we will substitute as sec square theta. So sec square theta whole divided by sec raised to 4 theta into cosec theta divided by 3a. Okay. So ഇവിടുന്ന് ഒരു sec square theta ഒരു sec square theta ക്യാൻസൽ ആയി പോകും. സോ ആദ്യത്തെ ടേം a cos cube theta അവിടെ അതുപോലെ തന്നെ ഉണ്ട്. ഇവിടുന്ന് നമുക്കൊരു sec square theta ഒരു sec square theta ക്യാൻസൽ ആയി പോകാം. tan theta ക്ക് പകരം നമുക്ക് sin theta by cos theta എന്ന് എഴുതാം. അപ്പോൾ ഈ 1 by cosec theta ക്ക് പകരം നമുക്ക് ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് നടത്തി നോക്കാം. കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ഫോമിൽ കിട്ടാൻ വേണ്ടിയാണ്. ദാറ്റ്സ് ഓൾ. അപ്പൊ ഇവിടുത്തെ ഒരു sec square theta ഇവിടുത്തെ ഒരു sec square theta ക്യാൻസൽ ആയിപ്പോയി. സോ tan theta ക്ക് പകരം നമ്മൾ sin theta by cos theta എന്ന് എഴുതി. താഴെ വീണ്ടും നമുക്കൊരു 1 by sec square theta ഉണ്ട് into 1 by cosec theta. ഓക്കെ, സോ ഒപ്പം നമുക്ക് ഈ ബൈ 3 എന്നുള്ളത് ന്യൂമറേറ്ററിൽ പോകും. ഓക്കെ, ന്യൂമറേറ്ററിൽ പോകും. സോ ഇൻറ്റു 3a എന്നാണ് ഞാൻ തൽക്കാലത്തേക്ക് എഴുതുന്നത്, കാരണം കുറച്ചുകൂടെ കൺവീനിയന്റ് ആണ്. സോ a ഇൻറ്റു cos cube theta. അടുത്തത് നമുക്ക് 1 by cos theta നമുക്ക് sec theta എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു sec theta ഇവിടുത്തെ ഒരു sec theta കൂടെ ക്യാൻസൽ ആയിരിക്കും. ഓക്കെ, 1 by cosec theta sin theta എന്ന് എഴുതാം. സോ ഇവിടെ ഒരു sin theta ഇവിടെ ഒരു sin theta. സോ 3a ഇൻറ്റു ഇവിടെ ഒരു sin theta ഉണ്ട്, 1 by cosec theta എന്നുള്ളത് വീണ്ടും ഒരു sin theta. സോ sin square theta. ഓക്കെ, ഇനി 1 by cos theta നമുക്ക് sec theta എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ഒരു sec theta ഉണ്ട്, ഇവിടെയും ഒരു sec square theta ഉണ്ട്. അത് നമ്മൾ ക്യാൻസൽ ആക്കുമ്പോൾ ബാക്കി 1 by sec theta എന്നാണ് വരുന്നത്. 1 by sec theta ക്ക് പകരം നമുക്ക് cos theta എന്ന് എഴുതാം. സോ കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ഫോം a cos cube theta plus 3a sin square theta into cos theta. I think this is the answer. അപ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടും. ഇത്രയും സിംപ്ലിഫൈ ചെയ്യണമെന്ന് മാൻഡേറ്ററി അല്ല, ബട്ട് ചെയ്താൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. സോ എക്സിന്റെ വാല്യൂ കിട്ടി. നൗ മൂവിങ് ഓൺ ടു ദ വാല്യൂ ഓഫ് y.
ഓക്കെ, y കിട്ടാൻ വേണ്ടി നമുക്ക് y യുടെ എക്സ്പ്രഷൻ അറിയാം. y ഈസ് ഈക്വൽ ടു y പ്ലസ് 1 പ്ലസ് y1 സ്ക്വയർ ഡിവൈഡഡ് ബൈ y2. yക്ക് പകരം നമുക്ക് ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള a സൈൻ ക്യൂബ് തീറ്റ ആദ്യം തന്നെ കൊടുക്കാം. a സൈൻ ക്യൂബ് തീറ്റ പ്ലസ് 1 പ്ലസ് y1 ഈസ് ആക്ച്വലി y1ന്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ടാൻ തീറ്റ, അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ടാൻ സ്ക്വയർ തീറ്റ divided by y2 is sec raised to 4 theta into cosec theta divided by 3. നമ്മൾ ഇതുപോലെ തന്നെ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം സീക് സ്ക്വയർ തീറ്റ എന്ന് കൊടുക്കാം. സീക് സ്ക്വയർ തീറ്റ ഇവിടുത്തെ സീക് സ്ക്വയർ തീറ്റയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി a ഇൻറ്റു സൈൻ ക്യൂബ് തീറ്റ പ്ലസ് ഇവിടെ സീക് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ഈ 3a നമുക്ക് ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുപോകാം. ഐ തിങ്ക് ദാറ്റ് ഈസ് ഫാർ ബെറ്റർ. 3a into sec raised to 4 theta into cosec theta. ഇവിടുത്തെ ഒരു sec square theta and sec square theta cancel ആയി. Okay, so the answer becomes a sin cube theta plus 3a. ഇവിടെ ബാക്കി ഡിനോമിനേറ്റർ വരുന്നത് 1 by sec square theta into cosec theta. Okay, 1 by sec നമുക്ക് cos എന്ന് എഴുതാം. So 1 by sec square theta cos square theta എന്ന് എഴുതാം. 1 by cosec theta നമുക്ക് sin theta എന്ന് എഴുതാം. So അങ്ങനെ ആക്കുമ്പോൾ a sin cube theta plus 3a cos square theta into sin theta. Okay, so this is what we got. അപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. എക്സിന്റെ വാല്യൂ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ്. നമുക്ക് കിട്ടിയത് ഓക്കെ, വൈയുടെ വാല്യൂ എടുത്തപ്പോൾ ഇതാണ് നമുക്ക്. ഓക്കെ, സിമ്പിൾ എക്സ്പ്രഷൻ ആണ്. സോ ഇത് വെച്ച് നമുക്ക് പാരാമെട്രിക് എക്സ്പ്രഷനിൽ തന്നാലും നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഓക്കെ, സോ ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഒരു ഇൻറ്റ്യൂഷൻ കൂടെ നമുക്ക് മനസ്സിലാക്കും. ഇൻറ്റ്യൂഷൻ ഓർ റിമാർക്ക് ഈസ് ഓക്കെ, പാരാമെട്രിക് എക്സ്പ്രഷൻ ആണെങ്കിൽ x is equal to some x of t, y is equal to some y of t എന്നാക്കുകയാണെങ്കിൽ dy by dx അല്ലെങ്കിൽ y1 should be equal to എന്താണ് dy by dt divided by dx by dt. ഓക്കെ, എന്ന രീതി കണ്ടുപിടിക്കുക. y2 should be equal to d by dx of dy by dx, which should be equal to d by ഞാൻ dy by dx നെ ഞാൻ സം f of t എന്നാണ് കൊടുക്കാം. ഓക്കെ, d by dx of f of t ഇത് t യുടെ ടേംസിലാണ് വീണ്ടും. സോ d by dt of f of t into dt by dx. ഓൾറെഡി dx by dt കണ്ടുപിടിച്ചതാണ്, അതിന്റെ റെസിപ്രോക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെയാണ് y1 ഉം y2 ഉം ചെയ്യുന്നത്. ഓക്കെ, സോ പാരാമെട്രിക് എക്സ്പ്രഷന്റെ ഫോമിൽ തന്നാലും വി ക്യാൻ ഈസിലി കാൽക്കുലേറ്റ്. അല്ലെങ്കിൽ എക്സും വൈയും വേറൊരു വേരിയബിളിന്റെ ടേംസിൽ തന്നാലും വി ക്യാൻ ഈസിലി കാൽക്കുലേറ്റ്. ദാറ്റ്സ് ദ ഹോൾ പ്രോബ്ലം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്.